ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് വിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടും പ്രകടനമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റസാണ് പുറത്തുവിടാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 11 മത്സരാർത്ഥികളും വാശിയേറിയ പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വോട്ടും വളരെ നിർണ്ണയമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കരുത്തിന് വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവാത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ, ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഏതായാലും ഇന്ന് രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസ് ഇപ്പോൾ വമ്പിച്ചൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പൻ വോട്ടാണ് ഷാനവാസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 7876 എന്ന കൂറ്റൻ വോട്ടിന്റെ ബലത്തിൽ ഒന്നാം പൊസിഷൻ തന്നെ കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് ഷാനവാസ്. രണ്ടാം പൊസിഷനിൽ അനുമോളാണ് തുടരുന്നത്. അനുമോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. 6998 എന്ന കൂറ്റൻ വോട്ടാണ് ഇപ്പോൾ അനുമോൾ നേടിയിരിക്കുന്നത്. രണ്ടാം പൊസിഷൻ സുരക്ഷിതമായി കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ്. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാളാണ് തുടരുന്നത്. ജിസേൽ തക്രാൾ ഇപ്പോൾ അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 6867 എന്ന കൂറ്റൻ വോട്ടിന്റെ ബലത്തിലാണ് മൂന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. നാലാം പൊസിഷനിൽ ആര്യൻ ഖത്രിയാണ് തുടരുന്നത്. ആര്യൻ ഖത്രി അട്ടിമറി മുന്നേറ്റമായിട്ട് നാലാം പൊസിഷനിൽ വന്നതിന് ശേഷം നല്ലൊരു വോട്ട് മുന്നേറ്റം ഇന്നും നടത്താൻ സാധിച്ചിട്ടുണ്ട്. 6125 വോട്ടിന്റെ ബലത്തിലാണ് നാലാം പൊസിഷൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ ബിന്നിയാണ് ഉള്ളത്. ബിന്നി ഇന്ന് രാവിലെ പിന്നിലേക്ക് വന്നതിന് ശേഷം ഇപ്പോഴും അഞ്ചാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. 6009 വോട്ടിന്റെ ബലത്തിലാണ് അഞ്ചാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. ആറാം പൊസിഷനിൽ നെവിൻ അട്ടിമറി മുന്നേറ്റമായിട്ട് നേരത്തെ കയറി വന്നിരുന്നു. ഇപ്പോഴും ആ പൊസിഷൻ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. 5456 എന്ന കൂറ്റം വോട്ടിന്റെ ബലത്തിലാണ് ആറാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. ഏഴാം പൊസിഷനിൽ നൂറ ആദില സഖ്യം തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നൂറ ആദില സഖ്യം തുടക്കത്തിൽ നടത്തിയ ഒരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 5234 എന്ന വോട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഏഴാം പൊസിഷനിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. എട്ടാം പൊസിഷനിൽ അപ്പാനി ശരത്താണ് ഉള്ളത്. നേരത്തെ 9ാം പൊസിഷൻ എന്ന ഡേഞ്ചർ പൊസിഷനിൽ നിന്നും സേഫ് പൊസിഷനായി 8ാം പൊസിഷനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 5089 വോട്ടിന്റെ ബലത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് 8ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 9ാം പൊസിഷനിലേക്ക് അക്ബർ വീണുപോയിരിക്കുകയാണ്. ചെറിയൊരു വോട്ടിന്റെ പിൻബലത്തിലാണ് 9ാം പൊസിഷനിലേക്ക് വീണിരിക്കുന്നത്. 4980 വോട്ടാണ് അക്ബർ ഖാൻ കരസ്ഥമാക്കിയിരുന്നത്. വരും മണിക്കൂറുള്ള വോട്ടിംഗ് വളരെ നിർണ്ണയമാണ് അക്ബറിന്. 10ാം പൊസിഷനിൽ ശൈത്യ സന്ദേശം തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ശൈത്യ സന്ദേശം വോട്ടിങ്ങിന് തുടക്കത്തിലെ ഡേഞ്ചർ സോണിലായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. 4877 വോട്ട് നേടി 10ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 11ാം പൊസിഷനിൽ RJ ബെൻസിയാണ് തുടരുന്നത്. RJ ബെൻസി ഡേഞ്ചർ പൊസിഷനിലാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് ഏറ്റവും കൽപ്പിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് RJ ബെൻസി. 4789 വോട്ടാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണയമാണ്.